അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് കേന്ദ്രമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. മാർച്ച് വരെ ക്ഷേത്രത്തിൽ കാല് കുത്തരുതെന്നാണ് മോദിയുടെ ഉത്തരവ്. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി എന്തിനാണ് മോദി മന്ത്രിമാരോട് ഇത്തരത്തിൽ പറഞ്ഞതെന്ന് നോക്കാം. ക്ഷേത്രത്തിലെ തിരക്കും VIP-കൾ സന്ദർശിക്കുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏകദേശം 5 ലക്ഷം പേരെങ്കിലും അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചെന്നാണ് റിപ്പോർട്ട്. തിരക്ക് നിയന്ത്രണാതീതമായതിനാൽ അയോധ്യയിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നില്ലെന്നും പറയുന്നുണ്ട്. ബുധനാഴ്ച മാത്രം 3 ലക്ഷം ആളുകളാണ് ക്യൂ നിന്നത്. അതേസമയം VIP-കൾ സന്ദർശിക്കുന്നുവെങ്കിൽ മുൻകൂട്ടി അറിയിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയോധ്യയിൽ ഭക്തരുടെ വൻ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നിരുന്നു. VIP-കൾ അവരുടെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് സംസ്ഥാന സർക്കാരിനെയോ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനെയോ അറിയിക്കണമെന്നാണ് ആദിത്യനാഥ് നിർദ്ദേശിച്ചത്. ഏതായാലും പ്രധാനമന്ത്രി പറയുന്നതനുസരിക്കുകയല്ലാതെ മന്ത്രിമാർക്ക് വേറെ നിവർത്തിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മോദിക്ക് ജനങ്ങളാണ് വലുത്. അതാണ് ഹിന്ദുത്വം വെച്ച് മോദി തന്ത്രമിറക്കുന്നതും. മോദി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നു തന്നെ പറയാം. മോദിക്ക് അഭിനന്ദന പ്രവാഹമാണ്. പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിയെ കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരുന്നു. നൂറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് മോദി നിറവേറ്റിയതെന്നാണ് മന്ത്രിസഭ മോദിയെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോദിയെ അഭിനന്ദിച്ച് പ്രമേയം അവതരിപ്പിച്ചതായി മന്ത്രിസഭാ നടപടികൾ വിശദീകരിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും പറഞ്ഞു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് നടന്നത്. പ്രതിഷ്ഠ കാണാനായത് ജന്മാന്തരങ്ങളിലെ അപൂർവ ഭാഗ്യമാണ്. മുൻപ് ഏകാധിപത്യത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒന്നിക്കുന്നതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ശ്രീരാമന്റെ പേരിലുള്ള ജനമുന്നേറ്റം നവയുഗ പരിവർത്തനമാണ്. 1947 രാജ്യത്തിന്റെ ശരീരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ജനുവരി 22 പ്രാണപ്രതിഷ്ഠയിലൂടെ രാജ്യത്തിന്റെ ആത്മാവ് സ്വതന്ത്രമായെന്നും മന്ത്രിസഭാ പ്രമേയം സൂചിപ്പിച്ച് മന്ത്രി പറഞ്ഞു. ഏതായാലും മോദിയെ വാഴ്ത്തി പലരും എത്തുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ മോദിക്കു നേരെ തുറന്നടിച്ചും രംഗത്ത് വരുന്നുണ്ട്. അപ്പോഴും ഹിന്ദുത്വം തലയ്ക്കു പിടിച്ച പലരും മോദിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തെ കണ്ണും പൂട്ടി ആഘോഷിക്കുകയാണ്.